ഓം നമോ ഭഗവതേ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണ കൃഷ്ണ ഹരേ നാരായണ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കാലഭേദത്താൽ ഉറങ്ങിയിടുവാനായിക്കൊണ്ടുള്ള കാലുഷ്യം കലർന്ന് മാഴിത്തളർന്നിരിക്കുമ്പോൾ ദാതാവിൻ മുഖാന്തരത്തിങ്കിൽ നിന്ന് ഉടൻഭുവി പാതിതങ്ങള നിഗമങ്ങളെ ഹയഗ്രീവൻ കൊണ്ടുപോയവനെ കൊന്ന് എന്ന് നാൻമുഖൻ അത് ഗുണ്ടതയൊഴിച്ചു നൽകിയിടുവാനായിക്കൊണ്ടല്ലോ പണ്ട് അഖിലേശൻ മത്സ്യമായി അവതാരം ചെയ്യുവാനായി ഉണ്ടായൊരവകാശമുണ്ട്. ആയത് അതിന് മുൻപേ ഒരു നാൾ കൃതമാലയാകിയ നദി തന്നിൽ പരമഭാഗവതനാകിയ സത്യവ്രതൻ നൃപതീവരൻ ചെമ്മീ കുളിച്ച് അർപ്പിക്കുമ്പോൾ സപതി വന്നങ്ങവൻ കരുതാരതിന്മധ്യേ ചെറുതായി ഒരു മത്സ്യബോധം ആയകപ്പെട്ടാൻ ഒരു കുംഭത്തിലിട്ട് രക്ഷിച്ചാൻ നൃപതിയും കലശമതിൽ കിടന്ന അനുശങ്ദിനം പ്രതി വളരും ചഷമതിൽ നിറഞ്ഞുകൊള്ളായകയാൽ കരുണാകൃതയന നൃപതിവരൻ എടുത്തരികെ കാണായ കൊക്കരണി തന്നിൽ ഇട്ടാൻ അതിലും ദിനം പ്രതി വളർന്നു നിറകയാൽ ആതുനാ പുനർ ഒരു പൊയ്കയിലാക്കിയിടിനാൻ. പൊയ്കയങ്ങതിൽ കൊള്ളാഞ്ഞ് അതിലും വളർന്ന് ഉള്ള പൊയ്കകൾ തോറും ക്രമാലാക്കി നിന്നൊഴിഞ്ഞതാ വൈകാതെ പുഴകളിലാക്കിനാനവറ്റിലും വൈകാര്യമൂർത്തി വളർന്ന് ഒന്നിലും കൊള്ളായകയാൽ ദൈവജ്ഞൻ കൗതൂകല ചേതസാ സമുദ്രത്തിൽ അവയം തന്നെ കൊണ്ട് ചെന്നുടൻ കേടേന സർവലോകേശനായ മത്സ്യവിഗ്രഹൻ അപ്പോൾ ഉർവരാവരനോട് കേവലം അരുൾ ചെയ്ത